ഹായ്, ACTയിലെ മൊഡ്യൂൾ 4-ൽ നിന്നുള്ള അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്. 5 മാർക്ക്, December 2018. ആൻസറിലേക്ക് പോവാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്. The modulus is influenced by density, porosity, mixed proportion, moduli of elasticity of the ingredients and the characteristics of transition zone. അപ്പോൾ മോഡുലസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡെൻസിറ്റി, പൊറോസിറ്റി, മിക്സ് പ്രൊപ്പോർഷൻ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ സോൺ. ദീസ് പാരാമീറ്റേഴ്സ് ഡിറ്റർമിൻ ദ ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫാക്ടർ നോക്കാം. എഫക്റ്റ് ഓഫ് അഗ്രിഗേറ്റ്. ഡെൻസ് അഗ്രിഗേറ്റ് ലീഡ്സ് ടു എ ഹൈ വാല്യൂ ഓഫ് ഇ ഫോർ കോൺക്രീറ്റ്. അപ്പോൾ ഡെൻസ് അഗ്രിഗേറ്റ് ആണെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും. എ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ലീഡ്സ് ടു എ ഹൈ വാല്യൂ ഓഫ് ഇ ആസ് വെൽ. അപ്പോൾ ഡെൻസ് അഗ്രിഗേറ്റ് ആണെങ്കിലും അതുപോലെ കോഴ്സ് അഗ്രിഗേറ്റ് ആണെങ്കിലും ഈ വാല്യൂ കൂടുതലായിരിക്കും. A very large value of E of the aggregate will lead to an elastic mismatch among the aggregate, mortar and cracks in the transition zone. അപ്പോൾ ഈ വാല്യൂ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ ഒരു ഇലാസ്റ്റിക് മിസ്മാച്ച് ഉണ്ടാവും. അതായത് നമ്മുടെ അഗ്രിഗേറ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ അത് സിമൻറ്റിൻ്റെ ആയിട്ട് ചിലപ്പോൾ മാച്ച് ആവത്തില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ക്രാക്ക് ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഗ്രാനൈറ്റിൻ്റെ ഈ വാല്യൂ ആണ് 1.4 × 10⁵ MPa. അടുത്ത് സാൻഡ് സ്റ്റോണിൻ്റെത് 0.2 to 0.5. എക്സ്പാൻഡഡ് ഷെയ്ഡിൻ്റെത് 0.07 to 0.21. അടുത്ത രണ്ടാമത്തെ ഫാക്ടറാണ് എഫക്റ്റ് ഓഫ് ഹൈഡ്രേറ്റഡ് സിമെൻറ്റ് പേസ്റ്റ്. ദ ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് സിമെൻറ്റ് പേസ്റ്റ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് പൊറോസിറ്റി. അപ്പോൾ സിമെൻറ്റ് പേസ്റ്റിൻ്റെ ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് പൊറോസിറ്റി വെച്ചിട്ടാണ്. ദ വാട്ടർ ടു സിമെൻറ്റ് റേഷ്യോ, എയർ കണ്ടൻറ്റ്, അഡ്മിക്സ്ചർ ഡോസേജ് ആൻഡ് ഡിഗ്രി ഓഫ് സിമെൻറ്റ് ഹൈഡ്രേഷൻ കൺട്രോൾ ദ പൊറോസിറ്റി ഓഫ് സിമെൻറ്റ് പേസ്റ്റ്. അപ്പോൾ പൊറോസിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് വാട്ടർ ടു സിമെൻറ്റ് റേഷ്യോ, അതുപോലെ എയർ കണ്ടൻറ്റ്, അതുപോലെ അഡ്മിക്സ്ചറിൻ്റെ ഡോസേജ്. ഇതൊക്കെ പൊറോസിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. Modulus of elasticity of concrete can be represented based on the following simple equation. അപ്പോൾ ഒരു സിമെൻറ്റ് പേസ്റ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് EC = EA × സ്മോൾ ലെറ്റർ g പ്ലസ് EP × 1 - g. EC = EAG പ്ലസ് EP × 1 - g. ഇതാണ് ഇക്വേഷൻ. ഇതിൽ EC എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ആണ്. EA എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് അഗ്രിഗേറ്റ് ആണ്. EP എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സിമെൻറ്റ് പേസ്റ്റ് ആണ്. G എന്ന് പറയുന്നത് വോളിയം ഫ്രാക്ഷൻ ഓഫ് അഗ്രിഗേറ്റ് ആണ്. 1 - g എന്ന് പറയുമ്പോൾ വോളിയം ഫ്രാക്ഷൻ ഓഫ് സിമെൻറ്റ് പേസ്റ്റ് ആണ്. അടുത്തത് എഫക്റ്റ് ഓഫ് ട്രാൻസിഷൻ സോൺ. The existing cracks in the transition zone and the orientation of CH crystals as well as existing void space make the transition zone weak. അപ്പോൾ നമ്മൾ ആദ്യത്തേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസിഷൻ സോണിൽ ഓൾറെഡി കുറച്ച് ക്രാക്സ് ഉണ്ടാവും. അങ്ങനെയുള്ള മൈക്രോ ക്രാക്സ് കാരണവും അതുപോലെ തന്നെ അതിലുള്ള CH കാർബൺ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഓറിയൻറ്റേഷൻ കാരണവും ട്രാൻസിഷൻ സോണ് വീക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. This causes the elastic modulus to drop gradually with increasing load. അപ്പോൾ ഇത് കാരണം ലോഡ് കൂടുന്നതിനനുസരിച്ച് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിക്രീസ് ആവും. അടുത്ത ഫോർത്ത് ഫാക്ടറാണ് മിക്സ് പ്രപ്പോർഷൻ. റിച്ചർ മിക്സ് ഷോസ് ഹയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ദാൻ ലീൻ മിക്സ്. അപ്പോൾ ലീനായിട്ടുള്ള മിക്സിനേക്കാളും റിച്ചർ ആയിട്ടുള്ള മിക്സിനാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കൂടുതൽ. അടുത്ത അഞ്ചാമത്തെ ഫാക്ടറാണ് ഏജ് ഓഫ് കോൺക്രീറ്റ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ഇൻക്രീസസ് വിത്ത് ദി ഏജ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഏജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അടുത്ത ഫാക്ടറാണ് വെറ്റ്നെസ് ഓഫ് കോൺക്രീറ്റ്.
വെറ്റ് കോൺക്രീറ്റ് വിൽ ഷോ ഹയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. അപ്പോൾ ഡ്രൈ കോൺക്രീറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെറ്റ് കോൺക്രീറ്റിന് ഈ വാല്യൂ കൂടുതലായിരിക്കും. വെറ്റ് കോൺക്രീറ്റ് ബീങ് സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ എക്സ്പീരിയൻസസ് ലെസ് സ്ട്രെയിൻ ഫോർ എ ഗിവൺ സ്ട്രെസ് ആൻഡ് ഗീവ്സ് ഹയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. വെറ്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അത് സാച്ചുറേറ്റഡ് കണ്ടീഷനിലായിരിക്കും. അപ്പോഴത്തേക്കും ഒരു സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ അതിന് സ്ട്രെയിന് കുറച്ച് മാത്രമേ അനുഭവപ്പെടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വാല്യൂ കൂടുതലായിരിക്കും. ഇനി ലാസ്റ്റ് ഫാക്ടറാണ് ടെമ്പറേച്ചർ. Relation between the modulus of elasticity and strength is not much affected by temperature up to 230 degrees Celsius. അപ്പോൾ 230 ഡിഗ്രി സെൽഷ്യസ് വരെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ ടെമ്പറേച്ചർ വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. സ്റ്റീം ക്യൂർഡ് കോൺക്രീറ്റ് ഷോസ് എ സ്ലൈറ്റ്ലി ലോവർ മോഡുലസ് ദാൻ വാട്ടർ ക്യൂർഡ് കോൺക്രീറ്റ് ഓഫ് ദി സെയിം സ്ട്രെങ്ത്. ഇനി നമ്മൾ ക്യൂറിങ് മെത്തേഡ്സിൽ സ്റ്റീം ക്യൂറിങ്ങും വാട്ടർ ക്യൂറിങ്ങും പറഞ്ഞിരുന്നു. അതിൽ സ്റ്റീം ക്യൂർഡ് കോൺക്രീറ്റ് ആണെങ്കിൽ അതിന് ഈ വാല്യൂ വാട്ടർ ക്യൂർഡിനെക്കാട്ടിയും കുറവായിരിക്കും. അപ്പോൾ ഇത്രയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ആദ്യം പറഞ്ഞ ഫാക്ടർ എഫക്റ്റ് ഓഫ് അഗ്രിഗേറ്റ് ആണ്. അതിൽ ഡെൻസ് അഗ്രിഗേറ്റ് ആണെങ്കിലും കോഴ്സ് അഗ്രിഗേറ്റ് ആണെങ്കിലും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വാല്യൂ, അതായത് ഈ വാല്യൂ കൂടുതലായിരിക്കും. അടുത്ത് പറഞ്ഞത് എഫക്റ്റ് ഓഫ് ഹൈഡ്രേറ്റഡ് സിമെൻറ്റ് പേസ്റ്റ് ആണ്. ഇനി സിമെൻറ്റ് പേസ്റ്റിൻ്റെ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് പൊറോസിറ്റി വെച്ചാണ്. അതിൻ്റെ ഇക്വേഷൻ EC = EAG + EP × 1 - G ആണ്. അടുത്ത് നമ്മൾ പറഞ്ഞത് എഫക്റ്റ് ഓഫ് ട്രാൻസിഷൻ സോൺ ആണ്. നമ്മൾ പറഞ്ഞു ട്രാൻസിഷൻ സോണിൽ ഓൾറെഡി ക്രാക്സ് ഉണ്ടാവും. അതുപോലെ അതിലുള്ള കാർബൺ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഓറിയൻറ്റേഷൻ കാരണവും ട്രാൻസിഷൻ സോണ് വീക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇലാസ്റ്റിക് മോഡുലസ് ലോഡ് കൂടുന്നതിനനുസരിച്ച് കുറയുകയാണ് ചെയ്യുന്നത്. ലോഡ് കൂടുന്നതിനനുസരിച്ച് ഈ വാല്യൂ കുറയും. അടുത്ത് നമ്മൾ പറഞ്ഞത് മിക്സ് പ്രപ്പോർഷൻ ആണ്. മിക്സ് പ്രപ്പോർഷനിൽ റിച്ചർ മിക്സ് ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഈ വാല്യൂ കൂടുതലായിരിക്കും. അടുത്ത് പറഞ്ഞത് ഏജ് ഓഫ് കോൺക്രീറ്റ് ആണ്. അതിൽ ഏജ് ഓഫ് കോൺക്രീറ്റ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വാല്യൂ ഇൻക്രീസ് ചെയ്യും. അടുത്ത് പറഞ്ഞത് വെറ്റ്നെസ് ഓഫ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ വെറ്റ് കോൺക്രീറ്റ് ആണെങ്കിൽ ഈ വാല്യൂ കൂടുതലായിരിക്കും. അടുത്ത് പറഞ്ഞത് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറിൽ 230 ഡിഗ്രി സെൽഷ്യസ് വരെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്ക് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ അഫക്റ്റ് ചെയ്യത്തില്ല, ടെമ്പറേച്ചർ 230 ഡിഗ്രി സെൽഷ്യസ് വരെ ആണെങ്കിൽ. പിന്നെ പറഞ്ഞത് സ്റ്റീം ക്യൂർഡ് കോൺക്രീറ്റിനാണെങ്കിൽ വാട്ടർ ക്യൂർഡ് കോൺക്രീറ്റിനേക്കാളും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ലോവർ ആയിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ACTയിലെ മൊഡ്യൂൾ 4 നിന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത് and flexural strength in concrete? 6 മാർക്ക്, December 2017. അപ്പോൾ കോൺക്രീറ്റ് സ്ട്രെങ്ത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നമ്മൾ മുന്നേ പറഞ്ഞത്. കംപ്രസീവ് സ്ട്രെങ്ത്, ടെൻസൈൽ, അതുപോലെ ഫ്ലെക്സുറൽ സ്ട്രെങ്ത്. അപ്പോൾ ആദ്യം കംപ്രസീവ് സ്ട്രെങ്ത് എന്താണെന്ന് നോക്കാം. ദ കോൺക്രീറ്റ് ഈസ് പ്രൈമർലി യൂസ്ഡ് ടു എക്സ്പ്ലോയിറ്റ് ഇറ്റ്സ് കംപ്രസീവ് സ്ട്രെസ്സസ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെസ്സ് അല്ലെങ്കിൽ കംപ്രഷൻ ലോഡ് എടുക്കുക എന്നുള്ളതാണ്. ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ട്രെങ്ത് ഓഫ് 28 days ഓൾഡ് സ്പെസിമൻ ടെസ്റ്റഡ് അണ്ടർ യൂണിയാക്സിയൽ കംപ്രസീവ് ലോഡ്. അപ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 28 ദിവസം സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത ഒരു സ്പെസിമനെ നമ്മൾ യൂണിയാക്സിയൽ കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രെങ്താണ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ യൂണിയാക്സിയൽ കംപ്രസീവ് ടെസ്റ്റിംഗ് ചെയ്യുമെന്ന് പറഞ്ഞു. 28 ദിവസം ഓൾഡായ സ്പെസിമൻ എന്നും പറഞ്ഞു. ആ സ്പെസിമൻ ക്യൂബ് ഷേപ്പിൽ വരാം, അതുപോലെ സിലിണ്ടർ ഷേപ്പിലും വരാം, പ്രിസം ഷേപ്പിലും വരാം. ദ ക്യൂബ്സ് ആർ യൂഷ്വലി ഓഫ് 100 mm or 150 mm സൈഡ്. ഇപ്പോൾ ക്യൂബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്യൂബിൻ്റെ ഡയമെൻഷൻ 100 mm അല്ലെങ്കിൽ 150 mm ആയിരിക്കും ഒരു സൈഡ്. സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ
150 mm ഡയമീറ്റർ ആയിരിക്കും, 300 mm ഹൈറ്റും ആയിരിക്കും. The specimens are cast, cured and tested as per the standards prescribed for such a test. അപ്പോൾ യൂണിയാക്സിയൽ കംപ്രഷൻ ടെസ്റ്റിന് പറയുന്ന സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നമ്മൾ ഈ ക്യൂബ് അല്ലെങ്കിൽ സിലിണ്ടർ അല്ലെങ്കിൽ പ്രിസം എന്താണോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കാസ്റ്റ് ചെയ്യും, ശേഷം ക്യൂർ ചെയ്യും, അതിനുശേഷം യൂണിയാക്സിയൽ കംപ്രസീവ് ലോഡ് കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് സ്ട്രെങ്ത് കണ്ടുപിടിക്കും. When cylinders are used, they have to be suitably capped before the test. അപ്പോൾ നമ്മൾ ഇനി സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു ക്യാപ്പിംഗ് പ്രൊവൈഡ് ചെയ്യണം. സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 2 സൈഡിലും ഒരു ക്യാപ്പിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ടെസ്റ്റിന് മുന്നേ ആയിട്ട്. ക്യാപ്പിംഗ് ഈസ് ആൻ ഓപ്പറേഷൻ വിച്ച് ഈസ് നോട്ട് റിക്വയർഡ് വെൻ അതർ ടൈപ്സ് ഓഫ് സ്പെസിമെൻ ആർ ടെസ്റ്റഡ്. അപ്പോൾ ക്യാപ്പിംഗ് എന്ന് പറയുന്നത് സിലിണ്ടറിന് മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ക്യൂബ് ആണെങ്കിലും പ്രിസം ആണെങ്കിലും ക്യാപ്പിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. The compressive strength given by different specimens for the same concrete mix are different. അപ്പോൾ നമ്മൾ ഒരേ കോൺക്രീറ്റ് മിക്സ് വെച്ചിട്ടാണ് ക്യൂബും സിലിണ്ടറും പ്രിസം ഒക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ പോലും മൂന്നിൻ്റെയും കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. The cylinders and prisms of a ratio of height or length to the lateral dimension give the strength of about 75 to 85% of cube strength of normal strength of concrete. അതായത് പറയുന്നത് സിലിണ്ടറിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0.85 to 0.80 ഇൻറ്റു ക്യൂബിൻ്റെ സ്ട്രെങ്ത് ആയിരിക്കും. The effect of height to lateral dimension ratio of specimen on compressive strength is given in figure. അപ്പോൾ ഇത്രയുമാണ് കംപ്രസീവ് സ്ട്രെങ്തിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ ക്യൂബും സിലിണ്ടറും പ്രിസവും കാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ സിലിണ്ടറാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ടും പോപ്പുലറായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെസിമെൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് സ്ട്രെങ്ത് ആണ് ടെൻസൈൽ സ്ട്രെങ്ത്. The tensile strength of concrete is much lower than compressive strength. അപ്പോൾ കോൺക്രീറ്റിന് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കംപ്രസീവിനെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. ബിക്കോസ് ഓഫ് ദ ഈസ് വിത്ത് വിച്ച് ക്രാക്ക് ക്യാൻ പ്രൊപ്പഗേറ്റ് അണ്ടർ ടെൻസൈൽ ലോഡ്. അതിന് കാരണം എന്ന് പറയുമ്പോൾ ഒരു കോൺക്രീറ്റ് സ്പെസിമെനിൽ നമ്മൾ ടെൻസൈൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ക്രാക്ക് വേഗത്തിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. The tensile strength of concrete is measured in 3 ways: direct tension, splitting tension and flexural tension. ഇത് മൂന്നുമാണ് ടെൻസൈൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി the methods used to determine the tensile strength of concrete can be broadly classified as direct and indirect method. ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡിനെ നമുക്ക് ബ്രോഡായിട്ട് ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ദ ഡയറക്റ്റ് മെത്തേഡ് സഫർ ഫ്രം എ നമ്പർ ഓഫ് ഡിഫിക്കൽട്ടീസ് റിലേറ്റഡ് ടു ഹോൾഡിംഗ് ദ specimen properly in the testing machine without introducing stress concentration and to application of uniaxial tensile load which is free from eccentricity to the specimen. അതായത് ഇതിൽ പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടായിരിക്കും. Even a very small eccentricity of load will induce bending and axial force conditions and the concrete fails at apparent tensile stress other than tensile strength. Because of the difficulties involved in conducting the direct tension test, a number of indirect methods have been developed to determine the tensile strength. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. In this test, in general, a compressive force is applied to concrete specimen in such a way that specimen falls due to tensile stresses induced in the specimen. അതായത് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും. കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് സ്പെസിമനെ ടെൻസൈൽ ലോഡിൻ്റെ കീഴിലായിരിക്കും സ്പെസിമൻ ഫെയിൽ ആവുന്നത്. അങ്ങനത്തെ മെത്തേഡിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്.
The tensile stress at which failure occurred is the tensile strength of concrete. അപ്പോൾ ഏത് ടെൻസൈൽ സ്ട്രെസ്സിലാണോ കോൺക്രീറ്റ് ഫെയിൽ ആയത് അതിനെയാണ് നമ്മൾ കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇനി തേർഡ് ടൈപ്പ് ഓഫ് സ്ട്രെങ്ത് ആണ് ഫ്ലെക്ചറൽ സ്ട്രെങ്ത്. കോൺക്രീറ്റ് ആസ് വി നോ ഈസ് റിലേറ്റീവ്ലി സ്ട്രോങ് ഇൻ കംപ്രഷൻ ആൻഡ് വീക്ക് ഇൻ ടെൻഷൻ. കോൺക്രീറ്റ് എന്ന് പറയുന്നത് കംപ്രഷനിൽ സ്ട്രോങ് ആണ്, ടെൻഷനിൽ വീക്കാണ്. In reinforced concrete members, little dependence is placed on the tensile strength of concrete since the steel reinforcing bars are provided to resist all tensile forces. ഇപ്പോൾ സാധാരണ കോൺക്രീറ്റ് ആണെങ്കിൽ കംപ്രഷനിൽ സ്ട്രോങ്ങും ടെൻഷനിൽ വീക്കും ആയിരിക്കും. ഇനി റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണെങ്കിൽ അതിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൂടി കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? ടെൻസൈൽ ലോഡിനെ കൂടി ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന് ഒരു പരിധിവരെ ടെൻസൈൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. However, tensile stresses are likely to develop in concrete due to drying shrinkage, rusting of steel reinforcement, temperature gradients and many other reasons. എങ്കിൽ പോലും ടെൻസൈൽ സ്ട്രെസ് കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതിനുള്ള റീസൺസ് ആണ് പറയുന്നത്. ഡ്രൈയിങ് ഷ്രിങ്കേജ് കാരണം ഉണ്ടാവാം, നമ്മൾ കൊടുത്ത സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ റസ്റ്റിംഗ് കാരണമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടും ആവാം. Therefore, the knowledge of tensile strength of concrete is of importance. The determination of flexural tensile strength is essential to estimate the load at which the concrete members may crack. അപ്പോൾ ഫ്ലെക്ചറൽ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൺക്രീറ്റ് മെമ്പർ എത്ര ലോഡിൽ വെച്ചാണ് ക്രാക്ക് ആയതെന്ന് അറിയാൻ പറ്റുള്ളൂ. ആസ് ഇറ്റ് ഈസ് difficult to determine the tensile strength of concrete by conducting a direct tension test, it is computed by flexure testing. നമ്മൾ നേരത്തെ പറഞ്ഞു ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഡയറക്റ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിൽ വരുന്ന ഒരെണ്ണമാണ് ഫ്ലെക്ചർ ടെസ്റ്റിംഗ്. The flexure tensile strength at failure or modulus of fracture is thus determined and used when necessary. Its knowledge is useful in the design of pavement slabs and airfield runway as flexural tension is critical in these cases. അപ്പോൾ നമ്മൾ ഫ്ലെക്ചറൽ ടെസ്റ്റിംഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്ലെക്ചറൽ ടെൻഷൻ കണ്ടുപിടിക്കുന്നത് പേയ്മെൻറ്റിലും സ്ലാബിലും അതുപോലെ എയർഫീൽഡ് റൺവേൻ്റെയൊക്കെ ഡിസൈനിൽ യൂസ്ഫുള്ളാണ്. The modulus of rupture is determined by testing a standard specimen of 150 mm into 150 mm into 700 mm over a span of 600 mm. അപ്പോൾ 150 into 150 into 700ഉം അതിൻ്റെ സ്പാൻ 600ഉം ആണ് ഈ ടെസ്റ്റിനുള്ള സ്റ്റാൻഡേർഡ് സ്പെസിമെൻ എന്ന് പറയുന്നത്. മൂന്ന് ടൈപ്പ് സ്ട്രെങ്തും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കംപ്രസീവ്, ടെൻസൈൽ ആൻഡ് ഫ്ലെക്ചറൽ. താങ്ക് യു.